സ്വാതന്ത്ര്യ സ്നേഹികളും അതിൻ്റെ അവകാശികളുമായ എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ആദ്യമായി സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷപൂർവമായ ഈ വാർഷികത്തിൻ്റെ സൽചിന്തകളും സൽപ്രേരണകളും നൽകുന്നു. ഈ ദിനത്തിൽ പ്രസക്തമായ ഒരു ചിന്ത നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ രൂപയുടെ വില കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ രൂപയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആൾ രൂപത്തിൻ്റെ വിലയും യുവതലമുറയുടെ കാഴ്ചയിൽ കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ തൽപര രാഷ്ട്രീയ കക്ഷികൾ വില കുറച്ച് കാണുന്നു എന്ന വസ്തുത എത്രയോ ഭീകരമാണ്. ഗാന്ധിയേക്കാൾ സായുധ വിപ്ലവത്തിൽ ഉറച്ചു വിശ്വസിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് ചിതറിയോടിയ അല്ലെങ്കിൽ മൃത്യുവരിച്ച വീരന്മാരും പോരാളികളും ഇന്ന് യുവ മനസ്സുകളിൽ ഇടം പിടിക്കുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയ തൽപര കക്ഷികൾ അവരുടെ മനസ്സിൽ ഇടം പിടിപ്പിക്കുന്നു. ഇവരുടെ ലക്ഷ്യം നമ്മുടെ ദേശീയത വളർത്തുകയല്ല, പകരം ദേശീയതയുടെ മുഖവും ഭാവവും കളങ്കപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഗാന്ധി എന്ന രൂപവും ആശയവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ പതിയാതെ സൂക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രം. ഇക്കാലത്തെ ഭരണാധികാരികളും കോർപ്പറേറ്റുകളും ഇത്രമേൽ ഭയക്കാൻ മാത്രം അത്ര വലിയ പ്രതിഭാസമാണോ ഗാന്ധി എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. പോയകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതിനും അപ്പുറം ഒരു പ്രസ്ഥാനമായിരുന്നു ഗാന്ധി എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് പോരാളികളും ചക്രവർത്തിമാരും നാട്ടുരാജാക്കന്മാരും എല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നൂറ്റാണ്ടുകളോളം പോരാടിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും സ്വാതന്ത്ര്യത്തിന്റെ പുലരി കാണാൻ, അല്ലെങ്കിൽ ആ പുലരിയിലേക്ക് ഒരു രാജ്യത്തെ, ഒരു ജനതയെ കൈപിടിച്ച് നയിക്കാൻ കഴിഞ്ഞില്ല എന്ന സത്യത്തിന് 20-ാം നൂറ്റാണ്ടിൽ ലോകം സാക്ഷ്യം വഹിച്ചതാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മുന്നിലും പിന്നിലും ചുറ്റിലും ഇന്ന് കാണുന്ന പോലെ ഇന്ത്യ എന്നൊരു രാജ്യമോ ഇന്ത്യക്കാരെന്ന ഒരു ജനതയോ ഉണ്ടായിരുന്നില്ല. പകരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ അനുദിനം ജീവിതം കഴിച്ചു പോകുന്ന 500ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും നവാബുമാരുമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളാകട്ടെ ഇന്ത്യക്കാരെന്നതിലുപരി മേൽപ്പറഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ പ്രജകൾ മാത്രമായിരുന്നു. ഇവരെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എതിർത്ത് നിൽക്കുകയും യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ഒന്നും മനസ്സിൽ ഇന്ത്യ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. പകരം അവരവരുടെ നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും അവിടെ രാജാവായി വാഴാനുള്ള മോഹവും മാത്രമായിരുന്നു. ജനങ്ങളാകട്ടെ വിശ്വാസത്തിന്റെയും ഭാഷയുടെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിച്ചും പോരാടിയും ജീവനെടുത്തും മരവിച്ച മനസ്സുകളുമായി കഴിയുന്നവരുമായിരുന്നു. അവർക്കിടയിലേക്കാണ് തന്റെ വേദനിക്കുന്ന നഗ്നപാദങ്ങളുമായി ഗാന്ധി എന്ന വൃദ്ധൻ നടന്നു കയറിയത്. കലുഷിതമായ ഇന്ത്യയുടെ വ്രണങ്ങളിൽ തന്റെ സ്നേഹം ലേപനം ചെയ്ത് ഗാന്ധി ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നൂലിഴകളിൽ ഗ്രാമങ്ങളെയും ജനങ്ങളെയും കോർത്തെടുത്ത് ഇന്ത്യ എന്നൊരു മാല തീർത്തു. അത് അധികാരികൾക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ച് വിലപേശി. തനിക്ക് വേണ്ടത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പുള്ള തമ്മിലടിക്കുന്ന നാട്ടുരാജ്യങ്ങളുടെ ഉപഭൂഖണ്ഡമല്ലെന്നും ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രമാണെന്നും വാദിച്ച് അതിനുവേണ്ടി നിലകൊണ്ട ആ ഏകാന്ത പതികനായ വൃദ്ധന് മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം തലകുനിച്ചു. സ്വാതന്ത്ര്യം എന്നത് കേവലം ഒരു പദമല്ലെന്ന് നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞത് അത് നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ്. മാറിയ ഈ യുഗത്തിലും ഗാന്ധിയൻ ആശയങ്ങൾക്കും അഹിംസയിൽ അടിയുറച്ച ഗാന്ധിയൻ സമരമുറകൾക്കും കൂടുതൽ തിളക്കം അനുഭവപ്പെട്ടത് പോയ വാരങ്ങളിൽ ജന്തർ മന്ദറിൽ അരങ്ങേറിയ ജൻസി പ്രക്ഷോഭത്തിലാണ്. അവർ പോരാടിയത് വാളും പരിചയമായല്ല, തോക്കും പീഡിക്കലുമായല്ല. അവരുടെ കയ്യിൽ ബോംബുകൾ ഉണ്ടായിരുന്നില്ല. പകരം അവരുടെ ആയുധം, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം പറിച്ചെടുക്കുന്നവരുടെ, കോർപ്പറേറ്റുകളുടെ, അവരാൽ സരിക്കപ്പെടുന്ന ഭരണകർത്താക്കളുടെ പേടി സ്വപ്നമായ ഗാന്ധിയായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളായിരുന്നു, ഗാന്ധിയൻ സമരമുറകളായിരുന്നു. ലോകത്തെ വിറപ്പിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തെ അടിയറവ് പറയിച്ച ആ പ്രഭാവം ഇന്നത്തെ ശക്തികളെയും വിറപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൽ അതിഭാവുക്തമില്ല. ഇല്ല, ഗാന്ധിക്ക് മരണമില്ല. അദ്ദേഹം പകർന്നു തന്ന സ്വാതന്ത്ര്യത്തിന്റെ ഈ 79ാം വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അധികാര ദുർവിനിയോഗം എവിടെ കണ്ടാലും നിർഭയം അതിനെ എതിർത്ത് നിൽക്കാനുള്ള സമൂഹത്തിന്റെ കരുത്താണ് സ്വാതന്ത്ര്യം. ഗാന്ധിസവും ഇന്ത്യൻ ചരിത്രവും ഈ ദിനത്തിൽ മാത്രമല്ല എന്നും നിങ്ങളെ ആവേശം കൊള്ളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.